നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് പിണറായി വിജയനും വീണ തൈക്കണ്ടിക്കുമെതിരെയുള്ള ED അന്വേഷണം മുടങ്ങി. പിണറായി വിജയൻ സെറ്റ് ചെയ്തു കേന്ദ്ര സർക്കാരുമായിട്ട്. അതുകൊണ്ട് ED അന്വേഷണം മുടങ്ങി എന്നാണ് വിചാരിച്ചത്. ഒരുപാട് പേര് നമ്മുടെ വാർത്തകളുടെ അടിയിൽ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നേരത്തെ തള്ളി മറിച്ചില്ലേ ED ഇപ്പോൾ എന്തോ ചെയ്യുമെന്ന്, എന്നിട്ട് എവിടെ ED എവിടെ എന്നൊക്കെ. അപ്പോഴും നമ്മൾ കഴിഞ്ഞ 1-2 ദിവസം ചെയ്ത ഏതൊക്കെയോ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിരുന്നു ED വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉടൻ തന്നെ വീണ്ടും പരിശോധന ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ കമൻറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? 8 ഇടങ്ങളിൽ കേരളത്തിൽ റെയ്ഡ് നടക്കുന്നു. മുഹമ്മദ് റിയാസ്, അതായത് പിണറായി വിജയൻ്റെ മരുമകനായിട്ടുള്ള വീണ തൈക്കണ്ടിയുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ വീട്ടിലാണ്. അതിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഉൾപ്പെടുന്നു. അപ്പോൾ ഇവരുടെ എല്ലാ 8 ഇടങ്ങളിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ, അത് രണ്ടാമത് കണ്ട ഷെൽ കമ്പനിയാണ്. ഈ എക്സാലോജിക് ആണ് എല്ലായിടത്തും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ മെഡിക്കൽ ഉപകരണങ്ങളുടെ വിൽക്കുന്ന ഒരു കമ്പനി വന്നിട്ടുണ്ട് എന്നുള്ള വിവരം. എന്താണ് കോവിഡ് കാലത്ത് കച്ചവടം നടത്താൻ വേണ്ടി ഉണ്ടാക്കിയതായിരിക്കാനാണ് സാധ്യത. എന്താണെങ്കിലും 8 ഇടത്ത് റെയ്ഡ് നടക്കുന്നു. പഴയ DTPCയുടെ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഡയറക്ടറായിരുന്ന ഇന്ദുലാൽ എന്ന് പറയുന്ന നന്ദുലാലിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ഈ DTPC എന്ന് പറയുന്ന ഇയാൾ കൈകാര്യം ചെയ്ത വകുപ്പാണ്. ടൂറിസം വകുപ്പായിരുന്നല്ലോ, ടൂറിസം മന്ത്രിയായിരുന്നല്ലോ മുഹമ്മദ് റിയാസ്. അപ്പം ആ വകുപ്പിൽ അയാളുടെ വീട്ടിൽ നടക്കുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളുടെ എല്ലാം വീടുകളിൽ റെയ്ഡ് നടക്കുക. എന്ത് ചെയ്യാൻ കഴിയും? ഏതായാലും ഇതിൽ വീണ തനിച്ചല്ല, കൂട്ടിനുണ്ടെന്നുള്ള ഇപ്പം മനസ്സിലായി. വീണ തനിച്ചല്ലെന്നല്ല, ഇതൊരു വിപുലമായ തട്ടിപ്പ് ശൃംഖലയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പിണറായി വിജയൻ മരിച്ചു പോകുന്നിടം വരെയും അതിനുശേഷം മുഹമ്മദ് റിയാസും ഈ സംസ്ഥാനം അടക്കി ഭരിക്കും. ഇത് ഒരു പരമ്പരാഗത എന്താ പറയുന്നത് മരുമക്കത്തായം പോലെ ഈ നാട് ഭരിച്ചു മുടിക്കാം എന്നാണ് ഇവർ കരുതിയിരുന്നത്. അതിനുവേണ്ടി തള്ളാനും ഓശാന പാടാനും ഒരുപാട് അടിമകൾ ഇവിടെ ഉണ്ട്. ഈ അടിമകൾക്ക് ഇപ്പോഴും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അവരിപ്പോഴും അടിമകൾ. അതെ, അമേദ്യം കൊടുത്താലും ഇത് പിണറായി വിജയൻ തന്ന പാൽപ്പായസമാണെന്നും പറഞ്ഞ് കഴിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതിന് ഒത്തിരി എണ്ണത്തിന് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാം, ചുമ്മാ കിടന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നു യാതൊരു കാരണവുമില്ലാതെ. ഇവരെന്തൊക്കെയാണ്, ആരെയാണ് ഈ പറഞ്ഞ അവർ ബോധ്യപ്പെടുത്തുന്നത്? നിങ്ങളെക്കാട്ടിലൊക്കെ ബോധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ ഈ തൈക്കണ്ടി കൊള്ള സംഘത്തിൽ നിന്നും ഈ തൈക്കണ്ടി ഫാമിലിയെ കേരളത്തിന്റെ സിംഹാസനത്തിൽ നിന്നും രാജാവിനെയും പരിവാരങ്ങളെയും എടുത്ത് ഓട്ടിക്കളഞ്ഞത്. ഇത് പിണറായി വിജയന് കേന്ദ്ര സർക്കാരുമായിട്ട് അടുപ്പമുണ്ട് എന്നുള്ളത് 100% സത്യമാണ്. അത് നാഗ്പൂർ വഴിയുള്ള ബന്ധമായിരുന്നു. ആ ബന്ധത്തിന് പാലമായ ഒരാൾ ഇവിടെ വന്നിരുന്നു. ആ ആളെ പോയി കാണാൻ രഹസ്യമായി പോയി കണ്ട ആളാണ് ഇദ്ദേഹം, അല്ലേ? അതെ, ഇവരെല്ലാവരും അങ്ങനെ ആ ഒരു അന്തർധാരയിലുണ്ടായിരുന്നു. അത് നമുക്കറിയാം, അത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് പേര് പരസ്യം പറയാൻ ബുദ്ധിമുട്ടുള്ളത്. പലരും ആരാണെന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. ഈ അന്തർധാരയ്ക്ക് ശ്രമിച്ച ആളുകൾ. അതുപോലെ MR അജിത് കുമാർ ദത്താത്രേയ എന്ന് പറയുന്ന RSSന്റെ ഹൊസബിളയുടെ അടുത്ത് പോയത്, അതും വേറെ വാഹനത്തിൽ കയറിയാണ് പോയത്, അല്ലേ? അതെന്തിനു വേണ്ടിയായിരുന്നു? ആരുടെ ദൂതാണ് പോയത്? ഈ അജിത് കുമാർ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ, സസ്പെൻഡ് ചെയ്യുമ്പോൾ ഇല്ലയോ എന്നുള്ള ആശയക്കുഴപ്പം നിൽക്കുമ്പോൾ നമ്മളെ ചില വാർത്തകൾക്ക് താഴെ വന്ന് ചില ആൾ കമൻ്റ് ഇടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, അജിത്തിനെ തൊടാൻ കഴിയില്ല, അടുത്ത ലോ ആൻഡ് ഓർഡർ DGP അജിത് കുമാർ ആയിരിക്കും. കാരണം ദത്താത്രേയ ഹോസബിള്ള പറഞ്ഞാൽ പിന്നെ ഇവിടെ ആര് ഭരിച്ചാലും അവർ തീരുമാനിക്കും കാര്യങ്ങളെന്നൊക്കെ രീതിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതെല്ലാം പോയി. അതേ ദത്താത്രേയ ഹൊസബിളയെ കാണാൻ പോയത് എന്തിനു വേണ്ടിയാണ്? പിണറായി വിജയന്റെ ദൂതുമായിട്ടാണ് പോയത്, അല്ലാതെ അജിത്തിന്റെ ദൂതും കൊണ്ട് പോയതല്ല. അജിത്ത് ഈ പിണറായി വിജയനും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു പാലമാണ്. കാരണം ഇദ്ദേഹത്തിന് RSS വേരുകളുള്ള ആളാണ്. കേന്ദ്രവും പിണറായി വിജയന്റെ കാലത്തെ കേരളവും തമ്മിലുള്ള പാലം MR അജിത് കുമാർ ആയിരുന്നു. അതിന് യാതൊരു സംശയവും. ഈ ആത്മീയ നേതാക്കൾ മുഖേനയാണ് ഇപ്പൊ നാഗ്പൂരിലുള്ള പിടി പിണറായി വിജയന് നഷ്ടമായിരിക്കും. അത് നഷ്ടമായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ CPMനെയും പിണറായി വിജയനെയും ഇനിയും വളർത്തേണ്ടതില്ല എന്ന് അവർ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് യാതൊരു പ്രയോജനം ഇല്ല എന്നുള്ള മഹാസത്യം മനസ്സിലായി. അപ്പോൾ പിണറായി എന്തോ ആണെന്ന് തെറ്റിദ്ധാരണ അവർക്കുണ്ടായിരുന്നു, നല്ല മാറി കിട്ടി. സ്വാഭാവികമായും എന്ത് സംഭവിക്കുന്നു? ഈ അവിടെ റെയ്ഡ് നടക്കുന്നു. ഇനിയും വരുന്നുണ്ട്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി വഴി എത്ര കോടിയുടെ അഴിമതി ഇവർ നടത്തി എന്നറിയില്ല. അതുപോലെ ട്രീ കട്ടർ സംഘങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമാണ് അടുത്ത് അന്വേഷിക്കേണ്ടത്. അത് ഉറപ്പായിട്ടും അന്വേഷണം വരും. കാരണം ഈ ജോയിന്റ് കമ്മീഷണർ, GST ജോയിന്റ് കമ്മീഷണർ ട്രീ കട്ടർ മുതലാളിക്ക്, അതായത് മെൽവിൻ ജോസ് എന്ന് പറയുന്ന ഇവരുടെ യഥാർത്ഥ മുതലാളി എന്ന് പറഞ്ഞാൽ അയാളാണ് ബിനാമി, എഴുത്തുകുത്തുള്ള ആ ബിനാമി മുതലാളിക്ക് ഇവർ ബിനാമി മുതലാളിക്ക് ഇവർ കത്തയക്കുമ്പോൾ ആ കത്തുമായി ഹാജരാവുന്നത് ആരാണ്? ആൻഡോ അഗസ്റ്റിൻ ഹാജരാകുമ്പോൾ ഇയാൾക്ക് ഹാജരാകേണ്ടി വന്നു. ആർക്ക്?
ഈ പറയുന്ന ആൻഡോയ്ക്ക് അവിടെ ഹാജരാകേണ്ടി വന്നു. കാസർഗോഡ് GST ഇന്റലിജൻസ് ഓഫീസിൽ ഹാജരാകേണ്ടി വന്നു. ആ തനിക്ക് ആ മെമ്മോ തന്നയാളെ രായ്ക്ക് രാമാനം പൊക്കി കളഞ്ഞിട്ടാണ് അവിടെ മുൻ പയ്യന്നൂർ MLA ആയിട്ടുള്ള TA മധുസൂദന്റെ ഭാര്യയെ ജോയിന്റ് കമ്മീഷണറായിട്ട് കൊണ്ടുവയ്ക്കുന്നത്. ആണല്ലോ. കൊണ്ടുവച്ചതിന് ശേഷം നോട്ടീസും ഇല്ല, തുടർ നടപടിയുമില്ല. അല്ല, ആൻഡപ്പനെ സഹായിച്ചിട്ട് വേറെ ഗുണമൊന്നുമില്ല. കാരണം ഇത് തൈക്കണ്ടി ഫാമിലിയുമായിട്ട് എന്തോ അതെ. കച്ചവടം. പക്ഷേ ഇതിനകത്ത് മുൻ ധനമന്ത്രിയുടെ ഇന്നലത്തെ ചില പ്രസ്താവനകൾ വളരെയധികം സംശയാസ്പദമാണ്. അദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ലെന്നാണ്. അനക്കറിയില്ല, അതാണ് രീതി. ധനമന്ത്രി അറിഞ്ഞിട്ടില്ല. അയാളുടെ വകുപ്പിൽ നടന്ന ഇത്രയും വലിയൊരു തീവട്ടിക്കൊള്ള 22.5 കോടി രൂപയുടെ തീവട്ടിക്കൊള്ള അയാൾ അറിഞ്ഞിട്ടില്ല. സത്യമായിരിക്കും, അറിയാത്തായിരിക്കും. അറിയാഞ്ഞിട്ടൊന്നുമല്ല. അവിടെ എവിടെ നിന്നാണ് വിളി ചെന്നത്? ഈ ജോയിന്റ് കമ്മീഷണറെ സ്ഥലം മാറ്റാമെങ്കിൽ എവിടെ നിന്ന് വിളിയെന്നു? എന്തുകൊണ്ടാണ് വിളി ചെന്നത്? ഇപ്പൊ തന്നെ ഈ രണ്ടാമത് ഇപ്പൊ വീണ്ടും നോട്ടീസ് കൊടുത്തല്ലോ. അതെ. പിന്നെ അവിടെ ചെന്ന് ഞാൻ VD സതീശനെ വിളിക്കാമെന്ന് അവരോട് പറയുന്നത്. അതെ, ഞാൻ VD സതീശനെ വിളിക്കാം, ഞാൻ VD സതീശനെ വിളിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്നാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ അവർ പറഞ്ഞ അതൊന്നും വേണ്ട, അത് ഞങ്ങൾ അങ്ങ് കൈകാര്യം ചെയ്തു. അത് എന്നിട്ടാണ് ഈ പറഞ്ഞ 50 ചോദ്യങ്ങൾ എഴുതി കൊടുത്തതിനകത്ത് 10-18 എണ്ണം കഴിഞ്ഞപ്പോൾ ഇവൻ തപ്പാൻ തുടങ്ങിയത്. എന്നിട്ടാണ് അവൻ വെളിയിലിറങ്ങി ഈ ചോദ്യമെല്ലാം നാട്ടുകാരോട് ചോദിക്കും. നാട്ടുകാർ ഉത്തരം പറയണം. അപ്പൊ കാണിച്ചതിന് നാട്ടുകാർ സമാനം പറയണം. കള്ളപ്പണം വെളുപ്പിച്ചോ എന്നൊരു ചോദ്യം എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അത് ആ പുള്ളിയുടെ 5ാമത്തെ ചോദ്യമായിട്ട് പുള്ളി പറയുന്നുമുണ്ട്. ഈ കള്ളപ്പണം വെളുപ്പിച്ചോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ മുഖേന തൈക്കണ്ടി ഫാമിലി കള്ളപ്പണം വെളുപ്പിച്ചോ എന്നുള്ളത്, അതാണ് ചോദ്യം. അല്ല, ഈ ബാലോപാല അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴേ മിക്കവാറും ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ പിണറായി ഒഴികെ ബാക്കി എല്ലാവരും ഓഫീസിലെ കാര്യങ്ങൾ തീരുമാനിച്ചത് പ്രൈവറ്റ് സെക്രട്ടറിമാരാണ്. പല സാക്കൾ വെച്ചിട്ടുണ്ട്. എല്ലാം പിണറായിയുടെ ആളുകളാണ്. അവർ തീരുമാനിക്കും, അവർ നടപ്പിലാക്കും. എനിക്ക് തോന്നുന്നത് ഇയാളത് ഈ ബാലോപാല ചിലപ്പോൾ സത്യമായിരിക്കും പറയുന്നത്. അയാൾ അറിഞ്ഞാലും കൂടെ ആയിരിക്കും ചിലപ്പോൾ അയാൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. അയാൾ അറിഞ്ഞു കാണാതിരിക്കാൻ വഴിയില്ല. ഇതിന്റെ എല്ലാ അന്വേഷണം വരുന്നുണ്ട്. SIT വരുന്നുണ്ട്. കൃത്യമായിട്ട് ഇവർ അന്വേഷിച്ചാൽ ഇനി എന്തെങ്കിലും ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് ഇനി ട്രീ കട്ടറിന്റെ ഈ ചാനൽ ഇരിക്കുന്നു, അവൻ സതീശനിട്ട് പണിയുമെന്നുള്ള ഭയം കാരണം ചവിട്ടാൻ പോയി കഴിഞ്ഞാൽ അത് കുഴപ്പമാവും. അതെ, ഇതെല്ലാം നാട്ടുകാർ കണ്ടോണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. എല്ലാ നാട്ടുകാരും കാരണം ട്രീ കട്ടറുകാരനെ പിടിക്കുന്നത് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾ. നമ്മൾ കൂടുതലും പറയും ഇവിടുത്തെ കുറെ അന്തം കമ്മികൾ. ഞാൻ മുമ്പേ നേരത്തെ പറഞ്ഞ പിണറായി വിജയന്റെ അമേദ്യം വാരി തിന്നുന്ന ചില ആൾക്കാരുണ്ട്. അവര് ഒഴിച്ച് ബാക്കി മുഴുവൻ ജനങ്ങളും യുവന്മാരെ പിടിക്കുന്നത്. ആ ചാനൽ അടച്ചു കൂട്ടണമെന്ന് ആർക്കും ആഗ്രഹമില്ല. പക്ഷെ യുവന്മാരെ തട്ടിപ്പോകും. അതാണ്. അപ്പൊ ഏതായാലും ഇന്ന് നടക്കുന്ന ഈ ED റെയ്ഡ് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നുള്ളതിന്റെ ഏറ്റവും വലിയ അല്ല, അതായത് എന്താണെന്നറിയോ, ഇത് ഇവര് അതിനകത്തെ ഗുട്ടൻസ് അല്ല, അതിനകത്തെ സീരിയസ് ഒരു പോയിന്റ് എന്താണെന്ന് ആദ്യം മനസ്സിലായി. ഇവർ ജയിലിൽ അടയ്ക്കാൻ പോകുന്നത് മുൻ മുഖ്യമന്ത്രിയാണ്. ചുമ്മാ അങ്ങ് ചാടി കയറി ജയിലിൽ അടയ്ക്കാൻ പറ്റും. സകല പഴുതും അടച്ച് സകല തെളിവും ശേഖരിച്ചതിന് ശേഷം മാത്രമേ ജയിലിൽ അടയ്ക്കാൻ സാധിക്കൂ. അപ്പോൾ കൂടുതൽ ഒരു കുഞ്ഞ് തെളിവ് പോലും പുറത്തു പോകാതെ അത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം എന്താണ് ഈ ഇങ്ങാര് മുഹമ്മദ് റിയാസിന്റെ ഇതിലേക്ക് പോകുന്നു. ഇത് ഇവിടുന്ന് പലരിലേക്കും പോയി അന്വേഷണം ഇഷ്ടം പോലെ. ഇതിന്റെ വേരുകൾ ഇല്ല, ക്യാൻസർ പോലെയാണ്. പല സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളത്. എല്ലാവരും ഭയന്നിരിക്കുകയാണ്. കൃത്യമായ രീതിയിലാണ്. ഒരാളെ ഇപ്പം വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് അവർ കൃത്യമായിട്ട് പഠിച്ചില്ലേ? അവസാനം ചോദ്യം ചോദിച്ച ഒന്നിനും ഉത്തരം പറയാൻ കഴിഞ്ഞില്ലല്ലോ പുള്ളിക്കാരി. അതാണ് അവസ്ഥ. അപ്പോൾ എന്താണെങ്കിലും ഇ ഡി ശരിയായ പാതയിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അവർ കൃത്യമായി ഇതിൽ കുറ്റവാളികളെ കണ്ടെത്തും. നമ്മളെ നാട് കട്ടുപിടിച്ചവരെയൊക്കെ പിടിച്ച് ജയിലിൽ ഇടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെ നടക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.